Hi all, welcome to Basic Kitchen. ഇന്നത്തെ സെഗ്മെൻറ്റിൽ പൈനാപ്പിൾ ഫെർണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പൈനാപ്പിൾ ഫെർണി ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട് ഐറ്റമാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബസ്മതി റൈസും പിന്നെ പാലുമാണ്. ഇനി നമുക്ക് പൈനാപ്പിൾ ഫെർണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു വൈഡായ പാത്രത്തിൽ പാല് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ഏകദേശം 3 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസും ക്വാണ്ടിറ്റിയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് ബസ്മതി റൈസ് ഏകദേശം അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് ഡ്രെയിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ഗ്രൈൻഡറിലേക്ക് മാറ്റി നന്നായി പൊടിച്ചെടുക്കാം. ഒത്തിരി ഫൈനായി റൈസ് പൊടിച്ചെടുക്കേണ്ടതില്ല. ഏകദേശം റവയുടെ ടെക്സ്ചറിൽ ചെയ്തെടുത്താൽ മതി. ഇവിടെ ഏകദേശം 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നോർമൽ ടെമ്പറേച്ചർ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. റൈസ് പൗഡർ നല്ലവണ്ണം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 5 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പാൽ നല്ലവണ്ണം കുറുകി വറ്റിച്ചെടുക്കണം. പാൽ ചെറു തീയിൽ വെച്ച് നല്ലവണ്ണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിനെ ഏകദേശം 2.5 ലിറ്ററാക്കി വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് പാലിലേക്ക് ചേർക്കുമ്പോൾ നന്നായി ഒന്ന് ഇളക്കിയിട്ട് വേണം പാലിലേക്ക് ചേർക്കാൻ. കൂടാതെ പാൽ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. റൈസ് പൗഡർ പാലിൽ കട്ട പിടിക്കാതിരിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പാലിലേക്ക് ചേർത്ത അരിപ്പൊടി നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 8 മിനിറ്റ് ആയപ്പോൾ തന്നെ അരിപ്പൊടി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നന്നായി ഒന്ന് പാകമായി വന്നതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിനെ ഒന്നുകൂടി നല്ലവണ്ണം കുറുക്കി യോജിപ്പിച്ചെടുക്കാം. ഫിർണി റൈസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിലും ഇതിന് വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് 1 ടിൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ ക്യാൻ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് പൈനാപ്പിളും യൂസ് ചെയ്യാവുന്നതാണ്. പൈനാപ്പിൾ നല്ലവണ്ണം ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൽ നിന്നും ഏകദേശം പകുതി പൈനാപ്പിൾ ഒരു മിക്സി ജാറിലാക്കി ബ്ലെൻഡ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ നല്ലവണ്ണം പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫിർണിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫിർണി ഏകദേശം പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സാഫ്രോൺ ആണ്. 1/2 ടീസ്പൂൺ സാഫ്രോൺ ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാഫ്രോൺ പുഡിങ്ങിന് ഒരു പെയിൽ യെല്ലോ കളർ കൊടുക്കും. മാത്രമല്ല പുഡിങ്ങിന് ഒരു പ്രത്യേക ഫ്ലേവറും സാഫ്രോൺ കൊടുക്കും. പൈനാപ്പിൾ ഫെർണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്തെടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ പീസസും വാനില ഐസ്ക്രീമുമാണ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ മറ്റ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയായ ഒരു ഡെസേർട്ട് ഐറ്റമാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കുക. Hope you all enjoyed the video. Thank you for watching Basic Kitchen. For more videos, please subscribe to the channel.